ഡോപ്പമൈൻ ഡീറ്റോക്സ് പോലത്തെ പേഴ്സണൽ ഡെവലപ്മെൻറ്റ് വീഡിയോസ് പോലത്തെ ഫ്യൂ ഡേയ്സ് ട്രൈ ചെയ്യുക, ഫ്യൂ വീക്സ് ട്രൈ ചെയ്യുക, ഫ്യൂ മന്ത്സ് ട്രൈ ചെയ്യുക, അങ്ങനത്തെ ഒന്നുമില്ല. ഇറ്റ് ജസ്റ്റ് വർക്ക്സ് റൈറ്റ് അവേ ഇൻസ്റ്റൻറ്റേനിയസ്ലി. നിങ്ങളിലേ കുറച്ച് പേരെങ്കിലും ഉണ്ടാവില്ലേ ചെയ്യാൻ വിചാരിച്ച കാര്യങ്ങൾ ചെയ്യാണ്ട് മാറ്റി വെച്ചിട്ട് യൂട്യൂബ് സ്ക്രോൾ ചെയ്യുന്ന ടൈമിൽ എൻ്റെ ഈ വീഡിയോൻ്റെ തമ്മിൽ കണ്ടിട്ട് ഒരു 5 മിനിറ്റ് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക എന്ന് പറഞ്ഞിട്ട് കയറിയ കുറച്ച് പേരെങ്കിലും ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. മേ ബി നോട്ട് ഓൾ ഓഫ് യു ബട്ട് ഫ്യൂ. ഇതിനെ പറയുന്ന ഒരു വാക്കുണ്ട്, പ്രൊക്രാസ്റ്റിനേഷൻ. So it's basically when you know what you have to do but you wouldn't do it. അതെന്ന് വെച്ചാൽ നമ്മളെ മനസ്സിന് അറിയാം നമുക്ക് എന്താണ് ചെയ്യേണ്ടത്. നമ്മളോട് തന്നെ പറഞ്ഞൊരു കാര്യം ഉണ്ടാവില്ല, നമ്മളിത് ചെയ്യും എന്നുള്ളത്. ആ ഒരു കാര്യം മാറ്റിവെച്ച് മറ്റേ ഉപകാരപ്പെടാത്ത കാര്യങ്ങളിലോട്ട് നമ്മൾ ആ സമയം ചിലവാക്കുന്നതാണ് ഈ പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ട് അങ്ങനെ ആവുന്നു എന്നല്ല നിങ്ങൾ ആലോചിക്കുന്ന. I'll tell you it. Before that, നമ്മളെല്ലാ ലൈഫിലും കോമൺ ആയിട്ട് നടക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ രാത്രി ഉറങ്ങി എണീച്ചതിന് ശേഷം രാവിലെ നമ്മൾ വാഷ്റൂമിലോട്ട് പോകുമ്പോൾ ലൈറ്റ് ഓൺ ആയി കഴിഞ്ഞാൽ യു വുഡ് ഫീൽ സോ ബ്രൈറ്റ്. ഭയങ്കര വെളിച്ചമായിരിക്കും, നമുക്ക് എത്ര വെളിച്ചം എന്നൊക്കെ തോന്നും. ബേസിക്കലി നിങ്ങൾ ഇന്നലെ രാത്രി പല്ല് തേച്ച ടൈമിലുണ്ടായ അതേ വെളിച്ചം തന്നെയാണ് ആ ട്യൂബ് ലൈറ്റിന് എപ്പോഴും. നത്തിങ് ഹാസ് ചേഞ്ച്ഡ്. ഇത് പറയാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ നമ്മളെ ബ്രെയിൻ എന്ന് പറയുന്നത് ഇറ്റ് റീഡ്സ് ത്രൂ കോൺട്രാസ്റ്റ്. നമ്മൾ ബ്രെയിൻ രണ്ട് സിറ്റുവേഷൻസും കമ്പയർ ചെയ്യും. നമ്മൾ മുന്നേ ഉണ്ടായിരുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്ന റൂമിൽ ഫുൾ ഡാർക്കായിട്ടുള്ളൊരു ഏരിയ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വാഷ്റൂമിലോട്ട് കയറുമ്പോൾ ഒരു ബ്രൈറ്റ് ഏരിയയിലോട്ടാണല്ലോ വന്നത്. അപ്പോൾ ആ രണ്ടും തമ്മിലുള്ള കമ്പാരിസൺ ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ബ്രെയിനിൽ നമുക്ക് ആ ഒരു ഫീലിംഗ് വരുന്നത്, ഉദയം ഇത്ര വെളിച്ചം എന്നുള്ളൊരു ഫീലിംഗ് വരുന്നത് ആ ഒരു റീസൺ കൊണ്ടാണ്. ഞാനിതിപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാലേ, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടല്ലോ അതിൻ്റെ കേസും ഏകദേശം ഇതേപോലെ തന്നെയാണ്. നമ്മളെ ബ്രെയിൻ ആ ടൈമിൽ ചെയ്യേണ്ട കാര്യങ്ങളും അതേപോലെ തന്നെ ആ ടൈമിൽ ചെയ്യാൻ പറ്റുന്ന മറ്റു പല കാര്യങ്ങളും കമ്പയർ ചെയ്യും. ബേസിക്കലി നമുക്ക് ആ ടൈമിൽ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടല്ലോ അത് മറ്റു പല കാര്യങ്ങളെക്കാട്ടിലും ലെസ് ഇൻട്രസ്റ്റിംഗ് ആകുമ്പോഴാണ് നമ്മളെ ബ്രെയിൻ ആ ടൈമിലുള്ള മറ്റൊരു ഓപ്ഷനിലോട്ട് പോകണം. ബേസിക്കലി അവിടെ ഒരു ബാക്ക് ഡോർ എന്ന് പറയുന്നത് നമുക്കുള്ള ആ ഒരു സെക്കൻഡ് ഓപ്ഷനാണ്. ആ ഒരു സെക്കൻഡ് ഓപ്ഷനായിട്ട് വേറെ പല കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യാണ്ട് അത് ഒഴിവാക്കിയിട്ട് മറ്റു പല കാര്യങ്ങളിലോട്ടും പോകുന്നത്. ബട്ട് വാട്ട് ഇഫ് ഐ ടെൽ യു ഐ ഹാവ് ഫൗണ്ട് എ സൊല്യൂഷൻ. ഇത് മറ്റ് ഡോപ്പമൈൻ ഡീറ്റോക്സ് പോലത്തെ സെൽഫ് ഡെവലപ്മെൻറ്റ് വീഡിയോസിൻ്റെ ഫ്യൂ ഡേയ്സ് ട്രൈ ചെയ്യുക, ഫ്യൂ മന്ത്സ് ട്രൈ ചെയ്യുക, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. യു ഡു ദിസ്, യു ഗെറ്റ് ദ റിസൾട്ട്സ് റൈറ്റ് അവേ ഇൻസ്റ്റൻറ്റേനിയസ്ലി, അപ്പം തന്നെ. ബട്ട് ബിഫോർ ഐ മൂവ് ഓൺ ടു ദാറ്റ്, കൂടുതൽ ഞാൻ പറയുന്നതിന് മുമ്പ് ലെറ്റ് മീ ടെൽ യു അബൌട്ട് എ 2014 സയൻസ് റിസർച്ച്. 2014 കുറച്ച് അണ്ടർ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് യൂസ് ചെയ്തിട്ട് നടത്തിയ റിസർച്ചാണ് ഈ സംഭവം. ബേസിക്കലി ദേ ഹാഡ് നത്തിങ് ടു ഡു. ഓൾ ദേ ഹാഡ് ടു ഡു വാസ് സിറ്റ് സിംപ്ലി. വേറെ ഒന്നും ചെയ്യുന്നില്ല, വെറുതെ ഇരിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ടാസ്ക്. ബട്ട് അവർക്ക് മൊബൈൽ ഫോൺസ് ഇല്ല, എൻ്റർടൈൻമെൻറ്റ് ഇല്ല, ഒന്നുമില്ല. ബട്ട് വൺ ഓപ്ഷൻ വാസ് ദാറ്റ് വാസ് ടു ഇലക്ട്രിക്യൂട്ട് ദംസെൽഫ്. അവർക്ക് വേണമെങ്കിൽ സ്വയം ഷോക്ക് അടിപ്പിക്കാം എന്നുള്ളൊരു ഓപ്ഷൻ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവസാനം റിസർച്ച് വന്നതിന് ശേഷം ലാസ്റ്റ് റിപ്പോർട്ട് വന്ന ടൈമിലായപ്പോൾ 67% ഓഫ് ദ മെൻ ആൻഡ് 25% ഓഫ് ദ വുമൺ ഇലക്ട്രിക്യൂട്ടഡ് ദംസെൽഫ്. സ്വയം ഷോക്ക് അടിപ്പിക്കുകയാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ ദാറ്റ്സ് ഹൗ മച്ച് വി ഹ്യൂമൻസ് ഹേറ്റ് ടു സിറ്റ് സിംപ്ലി. നമ്മളെ ബ്രെയിനിന് ബോർഡം എന്ന് പറയുന്ന കാര്യം തീരെ പറ്റില്ല. അതേപോലെ തന്നെ ബാക്കിയുള്ള ആൾക്കാർക്കും അവരും പറഞ്ഞ കാര്യം തന്നെയാണ്, അവർക്ക് തീരെ പറ്റിയിരുന്നില്ല. ബോറടിച്ചിട്ട് അങ്ങനെ ഒന്നും ചെയ്യാണ്ടിരിക്കാനുള്ളൊരവസ്ഥ നമ്മൾക്ക് ഭയങ്കര സ്ട്രെസ്ഫുള്ളാണ്. നമ്മുടെ ബ്രെയിനും ഇതിനൊക്കെ ആയിട്ട് ഭയങ്കര സ്ട്രെസ്ഫുള്ളാണ്. ആ അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിന് തീരെ പറ്റാണ്ടായതുകൊണ്ടായിരിക്കുമല്ലോ അവരങ്ങനെ ഷോക്ക് അടിപ്പിക്കേണ്ട ഒരവസ്ഥ വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ബോർഡം, അതാണ് നമ്മളുടെ ആ സൊല്യൂഷനും അതേപോലെ തന്നെ പ്രോബ്ലം. ബോർഡം ഈസ് ബോത്ത് സൊല്യൂഷൻ ആൻഡ് ദ പ്രോബ്ലം. ഇത് മറ്റേ പേഴ്സണൽ ഡെവലപ്മെൻറ്റിൻ്റെ പോലത്തെ സ്ട്രാറ്റജിയോ അങ്ങനെയൊന്നുമില്ല. ഇറ്റ്സ് ആക്ച്വലി എ ഫാക്റ്റ്. നമ്മൾ മിക്ക ആൾക്കാരും അക്സെപ്റ്റ് ചെയ്യാത്തൊരു ഫാക്റ്റാണത്. ബോർഡത്തിനെ പറ്റി പറയുമ്പോഴേ ഐ വുഡ് ലൈക്ക് ടു സേ വൺ ഓഫ് മൈ ഓൺ ലൈഫ് എക്സ്പീരിയൻസ്. ഞാൻ +1 +2 കോട്ടയത്ത് പഠിക്കുന്ന ടൈമിൽ ദർ യൂസ് ടു ബി ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. വെൻ എവരി വൺ ഗോട്ട് വെക്കേറ്റഡ്. കുറേയൊക്കെ സ്റ്റുഡൻസ് വെക്കേറ്റ് ചെയ്ത് പോകേണ്ടി വന്നു. ബട്ട് എനിക്ക് വെക്കേറ്റ് ചെയ്ത് പോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഞാൻ ഹോസ്റ്റലിൽ തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ വൺ ഓഫ് ദ തിങ് ഈസ് ഞങ്ങളുടെ ഹോസ്റ്റലിൽ മൊബൈൽ ഫോൺസ് ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ആ ഒരു ഡിസ്ട്രാക്ഷൻ വളരെ കുറവായിരുന്നു. മൊബൈൽ ഇല്ലാത്തതുകൊണ്ട് ആ ഒരു ഇതിലോട്ട് നമ്മളങ്ങനെ പോകില്ലല്ലോ. പക്ഷേ പിന്നെ ഉണ്ടായിരുന്നാണ് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ. അവരൊപ്പം കുറേ ടൈം ഇങ്ങനെ കറങ്ങി നടന്ന് സംസാരിച്ച് കുറേയൊക്കെ ടൈം പോകുമായിരുന്നു. ബട്ട് ആ ഒരു സിറ്റുവേഷനിലെത്തിയപ്പോൾ, അവരൊക്കെ പോയൊരു സിറ്റുവേഷനിലെത്തിയപ്പോൾ ഐ ഡിഡ്ന്റ് ഹാവ് എനി അതർ ചോയ്സ്. ഭയങ്കര ബോറടിയായിരുന്നു.
പക്ഷേ വന്ന ടൈം മുതൽ എനിക്കുണ്ടായിരുന്ന കുറച്ച് ആഗ്രഹങ്ങളുണ്ടായിരുന്നു. വർക്കൗട്ട് ചെയ്യണം, ബുക്സ് വായിക്കണം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. ഈ ഒരു ബോറടി എന്നുള്ള ഈ ഒറ്റൊരു കാരണം കൊണ്ട് വേറൊന്നും ചെയ്യാനില്ലല്ലോ. ലാക്ക് ഓഫ് ഡിസ്ട്രാക്ഷൻസ് ഉണ്ട് ആ ടൈമിൽ. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ബേസിക്കലി ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾ എന്തായിരുന്നോ അതിലോട്ട് ഞാൻ പോയി. എനിക്ക് വേറൊന്നും ചെയ്യാനില്ല. അപ്പോൾ പിന്നെ ഞാൻ അവസാനം വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി, ബുക്സ് വായിക്കാൻ തുടങ്ങി. ദാറ്റ് ടൈം ആക്ച്വലി മെയ്ഡ് എ ലോട്ട് ഓഫ് ചേഞ്ച്. കുറേ കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഞാൻ തീരെ വിചാരിച്ചിട്ടില്ല അങ്ങനെ ആവാൻ പറ്റും എന്നുള്ള കാര്യം ഞാൻ തീരെ വിചാരിച്ചില്ല. ബട്ട് ആ ടൈമിൽ ആ ബോറടിയും ലാക്ക് ഓഫ് ഡിസ്ട്രാക്ഷൻസും ഒക്കെ ആയിരിക്കാം ആ ടൈമിൽ ഞാൻ അങ്ങനെ ആയത് എന്ന് ഞാൻ ഇപ്പോൾ ഈ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചു വന്നപ്പോൾ എനിക്ക് തോന്നുന്നു. ബേസിക്കലി നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ജസ്റ്റ് ഹാവ് ടു എലിമിനേറ്റ് ഓൾ ദോസ് ഫാക്ടേഴ്സ്. നമുക്കുള്ള ആ ഒരു ഓപ്ഷൻസ് ഉണ്ടാവുമല്ലോ, അതിന് പകരം ചെയ്യാൻ പറ്റുന്നുള്ള ഓപ്ഷൻസ്, അതൊക്കെ അങ്ങോട്ട് എലിമിനേറ്റ് ചെയ്ത് കളയുക. ഇഫ് യു ഹാവ് സംതിങ് ടു ഡു, നമുക്കിപ്പോൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങോട്ട് ചെയ്യുക. അതിന് പകരം നമുക്ക് ഡിസ്ട്രാക്ഷൻസ് ഉള്ള മൊബൈൽ ഫോൺസോ PC യോ ലാപ്പോ എന്തുണ്ടെങ്കിലും അങ്ങോട്ട് മാറ്റി വെക്കുക. അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ യു ജസ്റ്റ് ഹാവ് നത്തിങ് ടു ഡു. ഭയങ്കര ബോറടി ആയിരിക്കുമല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യത്തിലോട്ട് തന്നെ തിരിച്ചു പൊക്കോളും. ആ ഒരു സിറ്റുവേഷനിലോട്ട് എത്തണമെങ്കിൽ തന്നെ യു ജസ്റ്റ് ഹാവ് ടു എലിമിനേറ്റ് ഓൾ ഓഫ് ദോസ് ഫാക്ടേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ലൈഫ് എക്സ്പീരിയൻസിൽ എനിക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ പ്രയോറിറ്റൈസ് ചെയ്ത് ചെയ്യാൻ പറ്റിയത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളനുസരിച്ച് നിങ്ങളുടെ സറൗണ്ടിങ്ങും കാര്യങ്ങളും നിങ്ങൾ തന്നെ ബിൽഡ് ചെയ്തെടുക്കണം. ആവശ്യമല്ല ഡിസ്ട്രാക്റ്റ് ആവുന്ന കാര്യങ്ങളാണെന്ന് തോന്നുന്നതൊക്കെ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞ് നിങ്ങളുടെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് പ്രയോറിറ്റൈസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കണം ആ ടാസ്ക്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ പറയണ പോലെ അത്ര എളുപ്പമല്ല. ബട്ട് ബിലീവ് മീ, ഞാൻ ആ ഒരു ഇത് കഴിഞ്ഞിട്ട് വന്നതല്ലേ. അതുകൊണ്ട് എനിക്ക് പറ്റുമെങ്കിൽ ഈവൻ യു ഗൈസ് ക്യാൻ.